പത്തനംതിട്ട കൂടൽ പോലീസ് സ്റ്റേഷനിലെ എസ്ഐക്കെതിരെ നടപടി വന്നിരിക്കുന്നു. 13-കാരിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവിനെ മർദ്ദിച്ചെന്ന പരാതി ഉയർന്നിരുന്നു. കൂടൽ എസ്ഐ ജയ്മോനെ AR ക്യാമ്പിലേക്കാണ് സ്ഥലം മാറ്റിയത്. പതിമൂന്നുകാരിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ 6 പേരെയായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 4 പേർ പ്രായപൂർത്തിയാകാത്തവരായിരുന്നു, അതുപോലെ തന്നെ 2 പേർ പ്രായപൂർത്തിയായവരായിരുന്നു. ഈ 2 പേരിൽ 20 വയസ്സുകാരനായ യുവാവാണ് തന്നെ മർദ്ദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി കൂടൽ പോലീസിനെതിരെ ആഭ്യന്തരമന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി, ജില്ലാ പോലീസ് മേധാവി, മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയത്. ഒരു 8 മണിയോടെ എന്നെ ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി, ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിറക്കി കൊണ്ടുപോയി. ഇവർ നേരെ പോലീസിൻ്റെ മറ്റേ ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയിട്ട് ഇവരാദ്യം മറ്റേ സാർമാർ വന്നിട്ട് ചീത്ത വിളിച്ചിട്ട് തന്നെ ഒരു മൂലയെ കൊണ്ടിരുത്തി കാൽ നീട്ടി വെപ്പിച്ചിട്ട് ചൂരിൽ വടി കൊണ്ടിട്ട് അടിക്കുമായിരുന്നു. അവർ മാറി മാറി അടിക്കുമായിരുന്നു. എന്നിട്ട് ബൂട്ടിട്ട് കാലിലിട്ട് ചവിട്ടി ഇങ്ങനെ എന്നിട്ട് കറക്കുമായിരുന്നു. എന്നിട്ട് ചെവിയിലെല്ലാം പിടിച്ച് വലിച്ച് പൊക്കി മുടിയിലും പിടിച്ച് വലിച്ച്. അപ്പോൾ എനിക്ക് ഭയങ്കര ശരീരത്തിന് ഭയങ്കര വേദനയായിട്ടൊക്കെ ഇരിക്കുക. ആ കുട്ടിയെ കൊണ്ട് നീ എവിടെ പോയേക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് തല്ലിയത്. നമ്മൾ എനിക്കറിയത്തില്ലെന്ന് തന്നെ പറയത്തുള്ളൂ. ഞാൻ എവിടെയും പോയിട്ടില്ല, ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടൊന്നുമില്ല, അത് തന്നെ പറയുന്നുള്ളൂ. അവരെന്നെ ഐഡൻറ്റിഫൈ ചെയ്തു എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല, കാരണം തെളിവുകളൊന്നുമില്ല. അവരെന്നിട്ട് അത് സമ്മതിക്കുന്നില്ല. ഇതിനെ തുടർന്ന് ഒരു വകുപ്പ് തല അന്വേഷണം നടന്നു. ഈ വകുപ്പ് തല അന്വേഷണത്തിൽ കൂടൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി കൂടൽ SI ജയ്മോനെതിരെ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ജയ്മോനെ കൂടൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജില്ലാ ആസ്ഥാനത്തേക്കുള്ള AR ക്യാമ്പിലേക്കാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത്. കൂടാതെ കൂടൽ പോലീസ് സ്റ്റേഷന്റെ ചുമതല നിർവഹിച്ചിരുന്നത് കോന്നി CI ആണ്. കോന്നി CIക്കെതിരെയും നടപടിയെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കോന്നി CIക്കെതിരെ നടപടിയെടുക്കുന്നതിനായി SP വകുപ്പ് തല അന്വേഷണത്തിന്റെ റിപ്പോർട്ട് DIGക്ക് കൈമാറും. DIG ആയിരിക്കും ഈ റിപ്പോർട്ടിന്മേൽ കോന്നി CIക്കെതിരെ ഒരു നടപടി എടുക്കുക.